ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. തൃത്താലയിലെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമായ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ലൈറ്റുകൾ കത്താതെയായിട്ട് 1 മാസം പിന്നിടുന്നു. 2 മാസത്തെ വൈദ്യുതി കുടിശ്ശിക ബാക്കിയായതോടെ വൈദ്യുതി KSEB വിച്ഛേദിച്ചതാണ് കാരണം. ഇതോടെ വെള്ളിയാങ്കല്ല് പാലം പൂർണ്ണമായി ഇരുട്ടിലാണ്. ഇരുട്ട് വീണാൽ വെള്ളിയാങ്കല്ല് പാലം കടക്കണമെങ്കിൽ കാൽനടയാത്രക്കാർക്ക് വാഹനങ്ങളുടെ ലൈറ്റിനെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. അപകട ഭീഷണിയും ഏറെയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. 295 മീറ്റർ നീളമുള്ള പാലത്തിനു മുകളിൽ 24 വൈദ്യുത വിളക്കുകളാണുള്ളത്. ജനുവരി 3 വൈദ്യുതി വിച്ഛേദിച്ചതോടെ പാലം പൂർണ്ണമായി ഇരുട്ടിലായിരിക്കുകയാണ്. 13,000 രൂപയാണ് കുടിശ്ശികയായി KSEBക്ക് നൽകാനുള്ളത്. ലൈറ്റ് കത്താത്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ പ്രധാനമായിട്ട് പാലത്തിന് ലൈറ്റ് ഇല്ല. ഈ ലൈറ്റ് ഇല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് വരുന്ന വണ്ടികൾക്കും ആൾക്കാർക്കും വേണ്ടി ബുദ്ധിമുട്ടാണ്. ഒരുപാട് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. പിന്നെ പാർക്കിന്റെ ഫ്രണ്ട് അതിൽ ഒറ്റ ലൈറ്റും നടത്തണില്ല. അത് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടാ ഞങ്ങൾ എന്താ ചെയ്യാന്ന് അവർ പറഞ്ഞു. തന്നെയല്ല, ഇവിടെ ഇപ്പൊ 2 ആൾ നിൽക്കുകയാണെങ്കിൽ 2 പെണ്ണുങ്ങൾ പോകുകയാണെങ്കിലും ശരി, 2 ആണുങ്ങൾ അവിടെ നിന്നിട്ട് വരികയാണെങ്കിലും ശരി, ഇവര് മാറിക്കൊടുക്കാൻ പറ്റൂല. കാരണം അറിയില്ല, വരേണ്ടത് അറിയില്ല. ഇങ്ങോട്ട് ഇറങ്ങി നിന്നാൽ ഈ 2 സൈഡിലും അവിടുന്ന് വണ്ടി വരും, ഇവിടുന്ന് വണ്ടി വരും. എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? പല പ്രാവശ്യം ഞാൻ ഇറങ്ങാറുണ്ട്. ഇപ്പൊ ഒന്നും ചില മാസമായിട്ട് ഇങ്ങനെ ആയിട്ട് അതിനൊരു പരിഹാരം മന്ത്രിയോടോ ആരോടോ അതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞത് ചെയ്യിക്കാം. അതാ വേണ്ടത്. തുക ഉടൻ ലഭ്യമാക്കുമെന്നും അതുവരെ വൈദ്യുതി വിച്ഛേദിക്കരുതെന്നും ചൂണ്ടിക്കാട്ടി KSEBക്ക് വകുപ്പ് അധികൃതർ കത്തു നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. തൃത്താലയിലെ ടൂറിസം കേന്ദ്രമായ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിലേക്ക് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് പ്രതിദിനം സന്ദർശനത്തിനെത്തുന്നത്. പാലത്തിൽ അസ്തമയം കാണാൻ നിരവധി പേർ എത്തിയിരുന്നിടത്ത് സന്ദർശകരുടെ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്.